ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഒരു അടിപൊളി ഗരം മസാല ഉണ്ടാക്കിയാലോ. ഇതെൻ്റെ അമ്മയുടെ രുചിക്കൂട്ടാണ് കേട്ടോ. അപ്പം ഈ ഗരം മസാല ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പെരുംജീരകം ചൂസ് ചെയ്യുമ്പോൾ നല്ല പെരുംജീരകം എടുക്കാൻ ശ്രമിക്കുക. ഇവിടെ ഞാൻ മുംബൈയിലെ പെരുംജീരകം യൂസ് ചെയ്തില്ല കേട്ടോ. അതിന് ആ ഒരു ഫ്ലേവർ വരത്തില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പെരുംജീരകത്തിൻ്റെ അത്രയും ടേസ്റ്റ് നമ്മുടെ ഇവിടെ മുംബൈയിലെ പെരുംജീരകത്തിനില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് പെരുംജീരകം ഞാൻ കൊറിയർ ചെയ്യിപ്പിച്ചെടുത്തതാണ്. ഇതൊരു 100 ഗ്രാം പെരുംജീരകമുണ്ട്. ബാക്കി പട്ടയും ഗ്രാമ്പും ഒക്കെ നമുക്ക് കുറച്ചെടുത്താൽ മതി. പട്ടയൊന്നും ഒരുപാട് ഇടരുത്, പട്ടയുടെയൊക്കെ ഒരു കുത്തലുണ്ടാവും. അപ്പോൾ ഞാൻ 100 ഗ്രാം പെരുംജീരകം ഒരു ചീനിച്ചട്ടിലോട്ട് മാറ്റുകയാണ്. നമുക്ക് മസാല എല്ലാം നന്നായിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയാണ് ചീനിച്ചട്ടിയിലോട്ട് ഇട്ടേക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്. കുരുമുളക് പിന്നെ നോൺ വെജ് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ എരിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് മസാലയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ ഒരു ജാതിക്ക എടുത്തിട്ടുണ്ട്, പട്ട ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, ഒരു 3-4 സ്റ്റാർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5-8-10 ഏലക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 10-12 ഇതുണ്ടല്ലോ ഗ്രാമ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ മസാല ഉണ്ടാക്കുന്നതിന്. അധികം കൂടുതൽ സംഭവമൊന്നുമില്ല. ഇത്രയും ഉണ്ടാക്കുമ്പോൾ തന്നെ ആ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ വരും. നിങ്ങൾ നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമുക്ക് പൊടിച്ചെടുക്കണം. അന്നേരം ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൊടിയാൻ കുറച്ച് പാടാം. അപ്പം ഞാൻ ചെറിയൊരു ചൂടോടുകൂടി നന്നായിട്ട് മസാല പൊടിച്ചെടുക്കുവാണേ. ഇനി പൊടിച്ചിട്ട് വരാം. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഗരം മസാല വേണ്ട അടിപൊളിയായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെയും നല്ലൊരു കണ്ടെയ്നറിലോട്ട് മാറ്റാം. 1-2 മാസം കേടുകൂടാതെ പുറത്തിരിക്കും കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഗരം മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ കണ്ടെയ്നറിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടൈം നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്.